Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫിസിക്സിലെ ചാപ്റ്റർ 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഇപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 4ലേക്ക് വരിക. പാർട്ട് 3യിൽ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പോർഷനാണ് പഠിച്ചു നിർത്തിയത്. ഇപ്പോൾ പാർട്ട് 4ൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഇനിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അതേതായിരിക്കും, ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി ട്രാൻസ്ഫോമർ എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. Transformer is a device for increasing or decreasing the voltage of an AC. ഒരു AC സർക്യൂട്ടിലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ, അതായത് കൂട്ടാനോ കുറയ്ക്കാനോ യൂസ് ചെയ്യുന്ന, അതായത് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഏത്, ട്രാൻസ്ഫോമർ. വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക് പവർ. അതായത് ഇലക്ട്രിക് പവറിന് ചേഞ്ച് ഒന്നും ആര് വരുത്തുന്നില്ല, ട്രാൻസ്ഫോമർ വരുത്തുന്നില്ല. പക്ഷെ വോൾട്ടേജ് ഒന്നുകിൽ കൂട്ടും അല്ലെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയ്ക്കും. അല്ലെങ്കിൽ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പക്ഷെ എന്തിൽ വ്യത്യാസം വരുന്നില്ല, പവറിൽ യാതൊരു ചേഞ്ചും വരുത്തുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറുകൾ എത്ര ടൈപ്പ് ഉണ്ട്? ട്രാൻസ്ഫോമേഴ്സ് ആർ ഓഫ് 2 types. എത്ര ടൈപ്സ് ആണ്? 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെയെങ്കിൽ the one which increases AC voltage is step up transformer. അതായത് AC വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. The one which decreases AC voltage is a step down transformer. അതായത് AC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന ആളെ സ്റ്റെപ്പ് അപ്പ് എന്നും AC വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുള്ളൂ. ഇത് ഒന്നുകിൽ AC വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ എത്ര ടൈപ്പ് ഉണ്ട്? അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്, വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇലക്ട്രിക് പവർ. പവറിൽ വേരിയേഷൻ ഒന്നും വരുത്താതെ, പവറിൽ വ്യത്യാസം ഒന്നും വരുത്താതെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത്, ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഒന്നേതാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? വിച്ച് ഇൻക്രീസസ് AC വോൾട്ടേജ്. AC വോൾട്ടേജിനെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ, ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്ന ആ വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യിക്കുന്നു. സ്റ്റെപ്പ് അപ്പ് എന്നും സ്റ്റെപ്പ് ഡൗൺ എന്നും പറയുന്ന 2 ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒക്കെ നോക്കാം. നമ്മൾ ഈ ഫിഗേഴ്സ് ഒക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത് KSEB-യുടെ ഒക്കെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണുന്ന ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ്, വലിയ ട്രാൻസ്ഫോമറുകളാണ്. ഈ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ, ഈ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസിന്റെ അല്ലെങ്കിൽ പുതിയ ചാർജറിൻ്റെ അകത്തൊക്കെ കുറവാണെങ്കിലും ചാർജർ, അതായത് നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ അകത്തും അല്ലെങ്കിൽ TV അതുപോലുള്ള ഡിവൈസുകളുടെ ഉള്ളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതുപോലെ ചെറിയ ട്രാൻസ്ഫോമറും കാണാൻ പറ്റും. ഈ ട്രാൻസ്ഫോമറിന്റെ സിമ്പൽ ആണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിമ്പലൊക്കെ തന്നിട്ട് ചോദിക്കാം, ഇത് എന്ത് ഡിവൈസ് ആണ്, അത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പൽ കണ്ടാൽ ഓർത്തോണം, ഈ ഒരു സിമ്പൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, ഇത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 2 ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പറഞ്ഞു.
സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഫിഗർ നോക്കിയിട്ട് ഫിഗർ 3.10യും അതുപോലെ തന്നെ 3.10Aയും 3.10Bയും തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്തിലേക്ക് വരാം, ടേബിളിലേക്ക് വരാം. ഇവിടെ നോക്കുക, നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഒരു പ്രൈമറി കോയിലും ഉണ്ട്, ഒരു സെക്കൻഡറി കോയിലും ഉണ്ട്. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. അതുകൊണ്ട് ട്രാൻസ്ഫോമറിലും എന്തൊക്കെ കാണാൻ പറ്റും, നമുക്ക് ഒരു പ്രൈമറി കോയിലും ഒരു സെക്കൻഡറി കോയിലും കാണാൻ പറ്റും. ആദ്യം നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താന്ന് നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ നോക്കാം, നമ്മൾ വോൾട്ടേജ് ഒന്നുകിൽ വോൾട്ടേജ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്, വോൾട്ടേജ് ചെറിയ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് ചെയ്യും, കൂടിയ വോൾട്ടേജ് തരും. അതായത് ഇൻപുട്ട്, അതായത് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമറിൽ നിന്നും നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്, ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് എവിടെയായിരിക്കും, പ്രൈമറി കോയിലിലായിരിക്കും ഇൻപുട്ട്, അല്ലെ. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് എവിടെയാണ് കൊടുക്കുന്നത്, പ്രൈമറി കോയിലാണ് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡറി കോയിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങള്, രണ്ട് കോയിലുണ്ട്, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. ഇത് പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ടും ആണ്. ഇനി ഇവിടെ പഠിക്കാനുള്ളത് ഇതിന്റെ നമ്പർ ഓഫ് ടേൺസും അതിന്റെ തിക്നെസ്സും ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ചെറിയ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, അല്ലെ, സ്മോൾ വോൾട്ടേജ് കൊടുക്കുന്നു, അല്ലെ, ചെറിയ വോൾട്ടേജ് ആണ് നമുക്ക് കൊടുക്കുന്നത്, വോൾട്ടേജ് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ വെളിയിലേക്ക് കിട്ടുന്ന എന്താണ്, ഇൻക്രീസ്ഡ് വോൾട്ടേജ് ആണ്. അത് ഇവിടെ ഒരു 5 വോൾട്ട് കിട്ടിയെന്ന് വിചാരിക്കും, 5 വോൾട്ട് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് 12 വോൾട്ട് ആണെങ്കിൽ ഇതെന്താണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ ഞാനിവിടെ സ്മോൾ എന്ന് ഡിനോട്ട് ചെയ്തു, തൽക്കാലം വിട്ടേക്കുക. എന്ത് തന്നെ നോക്കാം, നമുക്ക് 5 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിയത് 12 വോൾട്ട് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജ് കൊടുത്തു, കൂടിയ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ നിന്നും കിട്ടി. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ കോയിലിന്റെ നമ്പർ ചോദിക്കാൻ സാധ്യതയുണ്ട്. തിൻ വയേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് കാണാൻ പറ്റും, പ്രൈമറിയിൽ തിക്ക് വയറും സെക്കൻഡറിയിൽ തിൻ വയറും ആണ്. അതുപോലെ തന്നെ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഈ ചുറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറവാണ്. എന്നാൽ സെക്കൻഡറിയിൽ എന്താണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ വേണ്ടത്, അവിടെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ എന്തായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിലാണല്ലോ വോൾട്ടേജ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെക്കൻഡറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കൂടുതലാണ്. അതായത് എവിടെയാണോ കൂടുതൽ വേണ്ടത് അവിടെ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. ഇപ്പൊ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, അതായത് വോൾട്ടേജ് കുറവാണ്. സെക്കൻഡറിയിൽ എന്താണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, അതുകൊണ്ട് എന്താണ്, വോൾട്ടേജും കൂടുതലായിരിക്കും. അങ്ങനെ ഓർത്തിരിക്കാം. ഇനി മറ്റൊരു കേസ് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കാം, വണ്ണം കൂടിയാൽ, അല്ലെ, വണ്ണം കൂടിയാൽ എണ്ണം കുറയുന്നു. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം, അങ്ങനെ പറഞ്ഞു പഠിക്കാം. വണ്ണം കൂടിയാൽ എന്ത് ചെയ്യും, എണ്ണം കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ വണ്ണം കൂടുതലാണ്, അതുകൊണ്ട് എന്താണ്, ഇവിടെ എണ്ണം കുറവാണ്. അപ്പോ വണ്ണം എവിടെയാണ്, അല്ലെങ്കിൽ വണ്ണം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, തിക്നെസ് ആണ്, അല്ലെ, തിക്നെസ്. ഇപ്പൊ തിക്നെസ് എന്നാണ് ഞാൻ വണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തിക്നെസ് എവിടെയാണോ കൂടുതൽ അവിടെ എന്തായിരിക്കും, എണ്ണം കുറവായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം വെച്ചാൽ, ഒരു ചെറിയ ക്ലാസ് റൂം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ചെറിയ റൂമാണെന്ന് വിചാരിക്കാം, ചെറിയ ലിഫ്റ്റ് ആണെന്ന് വിചാരിക്കാം. ആ ലിഫ്റ്റിൽ എന്ന് പറയുന്നത് മാക്സിമം എത്ര പേർ കയറാം, 12 പേർ കയറാമെന്ന് വിചാരിക്കാം. ആ ലിഫ്റ്റിൽ 12 പേർ കയറാമെന്ന് വിചാരിക്കാം. എന്നാൽ വരുന്നത് വളരെ വണ്ണം കൂടിയ ആൾക്കാരാണ്, അതായത് തിക്നെസ് കൂടിയ ആൾക്കാരാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് എത്ര പേരൊക്കെ കയറുള്ളൂ, മിക്കവാറും 6 പേരൊക്കെ കയറുള്ളൂ. കാരണം 6 പേര്, വണ്ണം കൂടിയ 6 പേര് കയറുമ്പോൾ തന്നെ ലിഫ്റ്റിനകത്ത് ഇടയില്ല.
അങ്ങനെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിൽ ഓർക്കാം. അതായത് വണ്ണം കൂടിയാൽ എന്ത് ചെയ്യും? എണ്ണം കുറയും എന്ന് ഓർക്കുക. വണ്ണം കൂടിയാൽ എന്ത് ചെയ്യും? എണ്ണം കുറയും. അതായത് പ്രൈമറി കോയിലിൽ കമ്പിയുടെ വണ്ണം കൂടുതലാണ്. വണ്ണം കൂടുതലാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? എണ്ണവും കുറവാണ്. തിരിച്ചും വേണം പറയാം, എണ്ണം കുറവായതുകൊണ്ട് അവിടെ എന്തായിരിക്കും? വണ്ണം കൂടുതലായിരിക്കും എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസ് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ വരുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് കൊടുക്കുന്ന വോൾട്ടേജ് 12 വോൾട്ട് ആണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 5 വോൾട്ട് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം. പ്രൈമറി കോയിലിൽ 12 വോൾട്ട് കൊടുത്തു, സെക്കൻഡറിയിൽ 5 വോൾട്ട് നമുക്ക് കിട്ടി. അതായത് എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ കൊടുക്കുന്നത് അവിടെ എന്തായിരിക്കും? അല്ലെങ്കിൽ വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അവിടെ വണ്ണം കുറവായിരിക്കും, അല്ലേ? വണ്ണം കുറവായിരിക്കും. കാരണം എണ്ണം കൂടിയാൽ വണ്ണം കുറയും. അല്ലെങ്കിൽ തിരിച്ചു പറയാം, വണ്ണം കൂടിയാൽ എന്ത് ചെയ്യും? എണ്ണം കുറയും തിരിച്ചു പറയാം. ഓക്കെ, ആ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഒന്നുകിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ മാത്രമായിട്ട് പഠിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, തിക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി, അല്ലേ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇത് സ്റ്റെപ്പ് അപ്പ് ആണ്, ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് അപ്പ്, ഇത് സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. തിക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി. പ്രൈമറിയിൽ തിക് വയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിയാണ്, പ്രൈമറിയിൽ തിക് വയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിൽ എന്ത് എഴുതാം? തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി. തിൻ വയേഴ്സ്, അല്ലേ? തിൻ വയേഴ്സ് ആണ് എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? പ്രൈമറിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈമറിയിൽ തിൻ വയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കേസ് എന്ത് എഴുതാം? സെക്കൻഡ് കേസിൽ എന്ത് എഴുതാൻ പറ്റുന്നത്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ലെസ്, അല്ലേ? അല്ലെങ്കിൽ തിക്ക് വയേഴ്സിന്റെ കേസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം, തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി. അങ്ങനെയാണെങ്കിൽ തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി. തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കേസിലേക്ക് വരുമ്പോൾ തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി ആൻഡ് തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി. അപ്പൊ ഏതെങ്കിലും സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ മാത്രമായിട്ട് പഠിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് സ്റ്റെപ്പ് ഡൗണിലും വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത കേസ് അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ലെസ് ദാൻ, ഇവിടെ എഴുതി വെക്കാം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ലെസ് ദാൻ ദ സെക്കൻഡറി. ഇത് മറ്റേ കേസിൽ തിരിച്ചെഴുതുമ്പോൾ എന്താ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ലെസ് ദാൻ ദ പ്രൈമറി എന്ന് എഴുതാം. അപ്പൊ നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചതിന് ശേഷം അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം. An EMF in each turn of the primary and the secondary coil will be same. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈമറിയിൽ ഒരു ടേൺ ഉണ്ടെന്ന് വിചാരിക്കാം. പ്രൈമറിയിൽ ഒരു ടേൺ ഉണ്ടെങ്കിൽ പ്രൈമറിയിൽ ഒരു ടേൺ, സെക്കൻഡറിയിലും ഒരു ടേൺ. ഓക്കെ, അപ്പം പ്രൈമറിയിലെ ഈ ഒരു ടേണിലും സെക്കൻഡറിയിലെ ഈ ടേണിലും ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് എന്താണ്? EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. EMF ഓരോ ടേണിലും, അത് പ്രൈമറി എടുത്താലും സെക്കൻഡറി എടുത്താലും ഓരോ ടേണിലും, ഇത് ഫസ്റ്റ് ടേൺ, ഫസ്റ്റ് ടേണിൽ രണ്ടിലും എന്തായിരിക്കും? EMF ഈക്വൽ ആയിരിക്കും. അപ്പൊ വോൾട്ടേജ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 5 ടേൺ ഉണ്ടെന്ന് വിചാരിക്കാം. 5 ടേൺ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 12 ടേൺ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ 5 ടേണും തമ്മിലുള്ള EMF എന്ന് പറയുന്നത് എങ്ങനെ ഈക്വൽ ആയിരിക്കും? ഈ EMF എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇതിലെ പ്രൈമറിയിലെ 5 ടേണും സെക്കൻഡറിയിലെ ആദ്യത്തെ 5 ടേണും എന്തായിരിക്കും? ഈക്വൽ EMF ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? 5 കഴിഞ്ഞ് എത്രയും കൂടി ഉണ്ട്? ഒരു 7 ടേണും കൂടി ഉണ്ട്. ആ 7 ടേൺ എന്ന് പറയുന്നത് എന്താണ്? ആ 7 ടേണിന്റെ EMF എവിടെ കൂടും? ഈ സെക്കൻഡറിയിൽ കൂടും. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന എവിടെയാണോ കൂട്ടുന്നത് അവിടെ EMF എന്ത് ചെയ്യും? കൂടും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പം EMF നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കാം. EMF ആൻഡ് നമ്പർ ഓഫ് ടേൺസ്. ഇത് VP എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഇൻ പ്രൈമറി, പ്രൈമറിയിലെ വോൾട്ടേജ് ആണ്. VS എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്.
ഇവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസിനാണ്. ഈ NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആയിരിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. വോൾട്ടേജ്, ഇവിടെ EMF നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഓരോ കമ്പിച്ചുരുളിലെയും ഓരോ ചുരുളിലും, ഇത് പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും കമ്പിച്ചുരുളിലെ EMF എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേണിലെ, അതായത് പ്രൈമറിയിലെ ആദ്യത്തെ ടേണിലെയും സെക്കൻഡറിയിലെ ആദ്യത്തെ ടേണിലെയും, അതായത് ഈക്വൽ ടേൺസിലെ EMF എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് നമ്പർ ഓഫ് ടേൺസിന് പ്രൈമറി 3 ടേൺസേ ഉള്ളെന്ന് വിചാരിക്കാം. ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒരു 3 ടേൺസേ ഉള്ളെന്ന് വിചാരിക്കാം. അതായത് സെക്കൻഡറിയിലും പ്രൈമറിയിലും ഈക്വൽ ടേൺ ആണെന്ന് വിചാരിക്കാം. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ EMF ഇൻറ്റു 3, അതായത് കിട്ടിയിരിക്കുന്ന ഒരു ടേണിലെ EMFനെ എത്ര ടേൺ ഉണ്ട് ഇവിടെ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 3 ടേണിലെ EMF എന്ന് പറയുന്നത് ഇവിടെ 3 ടേണിലെ സെക്കൻഡറിയിലെ 3 ടേണിലെ EMF ആയിട്ട് എങ്ങനെ തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൽ വോൾട്ടേജ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം, അതായത് എനിക്ക് സെക്കൻഡറിയിലെ വോൾട്ടേജ് ഒന്ന് ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ പോർഷൻ ഒന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഞാൻ ആ ബേസിക് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ മതി. കാരണം ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഈക്വൽ ആയതുകൊണ്ട് EMF അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയായി മാറിയിട്ടുണ്ട്? ഈക്വൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് കൂട്ടേണ്ടത്? അവിടെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഇനി നോക്കുക, ഹെൻസ് VS changes in accordance with the number of turns in the secondary. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറിയിലെ വോൾട്ടേജ് എങ്ങനെയാണ് പിന്നെ കൂടാൻ സാധ്യത? ഇപ്പൊ ഞാനിവിടെ ഈക്വൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്താൽ മതി? സെക്കൻഡറിയിലെ കൂട്ടിയാൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടും, പ്രൈമറിയിൽ കൂട്ടിയാൽ പ്രൈമറിയിൽ എന്തായിരിക്കും സംഭവിക്കുക? തമ്മിൽ കൂടുന്നല്ല, പ്രൈമറിയിൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ എങ്ങനെ ആയിരിക്കും? വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്. ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിന് ആനുപാതികമായിട്ട് സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. The voltage in the secondary and the primary will be in the same proportion as that between the number of turns of the secondary and primary. Okay, അപ്പോൾ ഇവിടെ പറഞ്ഞത് voltage in the secondary and primary will be in the same proportion as that between the number of turns of the secondary and primary. അപ്പോൾ ഈ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ പ്രൈമറിയിലെ സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് ടേൺസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ? പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും നമ്പർ ഓഫ് ടേൺസുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഇഫ് VS, അതായത് സെക്കൻഡറി വോൾട്ടേജ് ഈസ് VS ഈസ് ദ സെക്കൻഡറി വോൾട്ടേജ്. ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അതായത് VS എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്. VP എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറിയിലെ വോൾട്ടേജ് ആണ്. NS എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന എസും പിയുമാണ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, NP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പൊ ഈ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഒക്കെ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ തരുന്ന ഒരു ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട, കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഏത്? VS by VP equal to NS by NP. ഇപ്പൊ വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ്. അപ്പൊ നമുക്ക് ആവശ്യം വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും അല്ലെ ആണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫോമറുകളെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് തന്നെ VS by VP equal to NS by NP. ഇപ്പോൾ VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പൊ ഇത് S ആണോ P ആണോ താഴെ മുകളിലെന്ന് ചിലരൊക്കെ ഇങ്ങനെ ഡൗട്ട് പറയാനുണ്ട്. അപ്പൊ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെറിയ ക്ലാസ്. പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സ്കൂളുകളാണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹയർ സെക്കൻഡറി. അപ്പൊ ഹയർ സെക്കൻഡറി എന്ന് തന്നെ ഓർത്ത് വെക്കുക. അപ്പൊ ഹയർ സെക്കൻഡറി എന്തായിരിക്കും? എപ്പോഴും മുകളിലായിരിക്കും. പ്രൈമറി എന്ന് പറയുന്നത് താഴെ ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പൊ VS by VP, NS by
എൻ പി. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കാം. പലരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്, മാറ്റി മറിച്ചും എഴുതാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വി എസ് ബൈ വി പി, അത് സെക്കൻഡറി മുകളിലും പ്രൈമറി താഴെയും, അതുപോലെ തന്നെ എൻ എസ് ബൈ എൻ പി എന്നും എഴുതാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറെ കാൽക്കുലേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ടേബിള് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ എസ്, എൻ പി, എൻ എസ്, എൻ പി, അതുപോലെ തന്നെ വി പി, വി എസ് എ. ഇതിൽ 3 പേരെ തന്നിട്ട് നാലാമത്തെ ആളെ കണ്ടുപിടിക്കാനായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നോക്കാം, എൻ പി ഇസ് ഈക്വൽ ടു, നമ്മുടെ ആദ്യം എന്ത് എഴുതാം, ഇക്വേഷൻ എഴുതാം, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി, എൻ എസ് ബൈ എൻ പി. ഇത് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എസ് എന്ന് പറയുന്നത് എന്താണ്, വി എസ്, ഇപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വി എസ് എന്ന് പറയുന്നതാണ് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. വി എസ് ഡിവൈഡഡ് ബൈ വി എസ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ വി എസിനെ വി എസ് എന്ന് തന്നെ ഇടുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. വി എസ് ബൈ വി പി, വി പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ് തന്നിരിക്കുന്നത് അല്ലേ, 10 ആണ് തന്നിരിക്കുന്നത്. 10 ഈസ് ഈക്വൽ ടു എൻ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എൻ എസ് എന്ന് പറഞ്ഞാൽ 2500 ആണ്. 2500 ഡിവൈഡഡ് ബൈ എത്ര വന്നിരിക്കുന്നത്, എൻ പി എന്ന് പറയുന്നത് 500 ആണ്. 500. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ, വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore വി എസ് ഇസ് ഈക്വൽ ടു, വി എസ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ വി എസിനെ മാത്രം ഇവിടെ നിൽക്കുക, ബാക്കി വി എസിന്റെ കൂടെയുള്ള ആൾക്കാരെ എല്ലാം എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വിടുക. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന 10 ഇവിടെ ചെന്ന് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2500 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 500 അല്ലേ. ഓക്കെ, അപ്പോ നോക്കുക, ഈ സീറോയും രണ്ട് സീറോസ് എന്തായി പോകും, ക്യാൻസൽ ആയി പോകുന്നു. നമുക്കറിയാം 25 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ്. therefore 5 into 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 50 എന്ന് കിട്ടും. 50 എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് ഓഫ് സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 50 വോൾട്ട് എന്ന് എഴുതുക. കാരണം വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, വി ആണ്, ക്യാപിറ്റൽ വി ആണ്. അപ്പൊ അതും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. വോൾട്ടേജ് വി, വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 50 വി. ഇപ്പൊ താഴെ അടുത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് കാൽക്കുലേഷൻ ആണ്. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് എ സി. അപ്പൊ ഈ ഒരു രണ്ട് കാൽക്കുലേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് എ സി സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് ടു ആൻ ഇലക്ട്രിക് ബെൽ ഇൻ ദ സർക്യൂട്ട്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നത്, 240 വോൾട്ട് എ സിയിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 240 വോൾട്ട് ആയിരിക്കും, 240 വോൾട്ട് ആയിരിക്കും. ആൻഡ് 8 വോൾട്ട് ഇറ്റ് സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് ടു ആൻ ഇലക്ട്രിക് ബെൽ. അപ്പോൾ ഇതിന് കിട്ടുന്നത് 240 ആണ്. ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് ആർക്ക്, ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് കിട്ടിയ 240 വോൾട്ടിനെ ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്തു, 8 വോൾട്ട് ആക്കിയിട്ട് ആർക്ക് സപ്ലൈ ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ബെല്ലിന് സപ്ലൈ ചെയ്യുന്നു. ദ നമ്പർ ഓഫ് ടേൺസ്, അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കാരണം കിട്ടിയത് 240 വോൾട്ട് ആണ്, കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 8 വോൾട്ട് ആണ്. ഇപ്പൊ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് 4800 ആണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അപ്പൊ നമുക്ക് ഒരു കാര്യം തന്നെ മനസ്സിലാക്കി, ഇത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് പ്രൈമറിയെക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തും അതൊന്ന് മനസ്സിലിട്ടേക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ അതേപടി തന്നെ പകർത്തി, അതായത് തന്നിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൈമറിയിലെ വോൾട്ടേജ് ആണ്. അതായത് വി അല്ലെ, വി പി സിക്കൽ എത്രയാണ്, 240 വോൾട്ട്. തന്നിരിക്കുന്ന അടുത്ത കേസ് എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ വോൾട്ടേജ്, അതായത് വി എസ് ഇസ് ഈക്വൽ എത്രയാണ്, 8 വോൾട്ട് ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എൻ പി ഈസ് ഈക്വൽ ടു 4800. നമുക്ക് സെക്കൻഡറിയിലെ എന്താണ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കുന്നത്, എൻ എസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണ്. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
വി എസ് എന്ന് പറയുന്നത് എത്രയാണ്? വി എസ് എന്ന് പറയുന്നത് 8 ആണ്. 8 ഡിവൈഡഡ് ബൈ വി എസ് ബൈ വി പി. വി പി എത്രയാണ്? 240. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ് എത്രയാണ്? എൻ എസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനാണ്. എൻ എസ് ഡിവൈഡഡ് ബൈ എൻ ബി എന്ന് പറയുന്നത് 4800. 4800. ഇവിടെ എൻ എസ് ആണ് കണ്ടുപിടിക്കുന്നത്. എൻ എസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ എൻ എസിനെ ഡിവൈഡ് ചെയ്യുന്ന 4800യെ നമ്മൾ എപ്പുറത്തേക്ക് വിടുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വിടുന്നു. അത് എങ്ങനെ വരുന്നു? 8 into 8 into 4800 divided by 240 into ns. അതായത് ഇവിടെ കാൽക്കുലേഷൻ നടക്കും. 0യും ഈ 0യും ക്യാൻസൽ ചെയ്യും. അതായത് 24ന്റെ ഡബിൾ ആണ് ഇത് 48. അപ്പൊ 24നെ 48നെ കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2. പിന്നെ ഇവിടെ 0 ഉണ്ട്. 0. 8 into 2 എത്രയാണ്? 60 അല്ലെ? 60. പിന്നെ ഒരു 0 ആണ് 160. അതായത് എൻ എസ് ഇസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 160 എന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 160 ടേൺസ് ആണ് ഇവിടെയുള്ളത് സെക്കൻഡറിയിലുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എൻ എസ് ഇസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഇസ് ഈക്വൽ ടു 160 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റിനോട് നോക്കാം. ദി ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 വോൾട്ട്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറി അല്ലെ? ഇൻപുട്ട് എന്ന് കേട്ടാൽ ഓർത്തോണം എന്താ സാധനം? പ്രൈമറി ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി. പ്രൈമറി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എത്രയാണ്? വോൾട്ടേജ് ഓഫ് പ്രൈമറി ഈസ് ഈക്വൽ ടു 240. There are 80 turns in the secondary coil. 800 turns in the primary coil. അപ്പോൾ 800 turns in number of turns in the primary that is equal to എത്രയാണ്? 800. Number of turns in the secondary is equal to 80. കണ്ടുപിടിക്കേണ്ടത് വി എസ് ആണ്. സെക്കൻഡറി വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ബട്ട് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോളൂ അതെന്താണ്? സെക്കൻഡറി ആണ്. സെക്കൻഡറി വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. വി എസ് ബൈ വി പി ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. വി എസ് എന്ന് പറയുന്നത് എന്താണ്? വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി എസ് ഡിവൈഡഡ് ബൈ വി പി എത്രയാണ്? വി പി എന്ന് പറയുന്നത് 240. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എൻ എസ്. എൻ എസ് എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ എൻ പി എന്ന് പറയുമ്പോൾ 800. ഇവിടെ വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി എസ് കണ്ടുപിടിക്കാൻ വേണ്ടി 240 ഇവിടെ ഡിവൈഡ് ചെയ്യാണ്. അവിടെ ചെന്ന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. therefore വി എസ് is equal to 80 into 240 divided by 800. 0 0 0 0 എന്താ ഇപ്പം? ക്യാൻസൽ ആയി പോകും. 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 3 ആണ്. അല്ലെങ്കിൽ ഈ 8 8 എന്താ ഇപ്പം? ക്യാൻസൽ ആയി പോകും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ 24ലേക്ക് പോയി. ഇത് 8 8 എന്താ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ 8 8 എന്ത് ചെയ്യുക? ക്യാൻസൽ ആയി പോകും. ബാക്കി എത്ര കിട്ടും? 24 എന്ന് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡറിയിൽ വോൾട്ടേജ് ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? 24 വോൾട്ട് ആണ്. അപ്പോൾ ഇതെന്ത് ട്രാൻസ്ഫോമർ ആണ്? അതായത് പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് 800 ആണ്. സെക്കൻഡറിയിൽ കുറവാണ്. ഇത് എന്തിനാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് 240 വോൾട്ടേജ് കൊടുത്തു, 24 വോൾട്ടേജ് എന്ത് ചെയ്തു? കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട 2 കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഉള്ളത് പവറുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ട്രാൻസ്ഫോമർ increase or decrease the voltage without any change in power. അതായത് പവറിൽ യാതൊരു വേരിയേഷനും വരുത്താതെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നോട് പറയാം. ദ പവർ ഇൻ ദ പ്രൈമറി, പ്രൈമറിയിലെ പവർ ഇൻ ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ദ സെയിം. അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇഫ് ദർ ഈസ് നോ ലോസ് ഓഫ് പവർ ഫ്രം ദ ട്രാൻസ്ഫോമറിൽ നിന്നും പവർ ലോസ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക. ദ പവർ ഇൻ ദ പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി കോയിൽസ് വിൽ ബി ഈക്വൽ. അതായത് ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ ലോസ് ഒന്നും ഇല്ല എങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ നോൺ. ഇപ്പൊ നമുക്കറിയാം വോൾട്ടേജും ഒരു സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും അറിയാമെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പവർ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു
വി ഇൻറ്റു ഐ ആണ്. അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതായത് വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യാം? പവറിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഓക്കെ. In a transformer, if the voltage of the primary, നമുക്കറിയാം primary voltage എന്ന് പറയുന്നത് വി പി അല്ലെ, primary voltage വി പി, and the current in the primary കറണ്ടിനെ ഐ പി എന്നും secondary voltage വി എസ് എന്നും secondary കറണ്ടിനെ ഐ എസ് എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നേരത്തെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പവർ ഇൻ ദ പ്രൈമറി, നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു എന്താണ്? ഐ ആണ്. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. അങ്ങനെയെങ്കിൽ പവർ ഇൻ ദ പ്രൈമറിയെ നമുക്ക് എങ്ങനെ എഴുതാം? വി ഇൻറ്റു ഐ അല്ലേ? അപ്പൊ വി അല്ലേ, വി ഇൻറ്റു ഐ, വി ഇൻറ്റു ഐ ആണ്. ഇത് പ്രൈമറിയുടെ ആയതുകൊണ്ട് വി പി ഇൻറ്റു ഐ പി. ഇത് സെക്കൻഡറിയുടെ ആയതുകൊണ്ട് വി എസ് ഇൻറ്റു ഐ എസ്. അപ്പൊ നമുക്കറിയാം പവർ ഇൻ ദ പ്രൈമറി ദാറ്റ് ഈസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി, പവർ ഇൻ ദ സെക്കൻഡറി ദാറ്റ് ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു പവർ ഇൻ ദ പ്രൈമറി ഈക്വൽ ടു പവർ ഇൻ ദ സെക്കൻഡറി. അതായത് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ എങ്ങനെയാണ്? ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഈക്വൽ എന്തെന്ന് എഴുതാം? ഇതെന്ന് എഴുതാം. കാരണം പ്രൈമറി പവർ ആണിത്, സെക്കൻഡറി പവർ ആണിത്. പ്രൈമറി പവർ ഈക്വൽ ടു സെക്കൻഡറി പവർ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി പി ഇൻറ്റു ഐ പി, വി പി ഇൻറ്റു ഐ പി ദാറ്റ് ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് പ്രൈമറി വോൾട്ടേജ് തരും, പ്രൈമറി കറണ്ട് തരും, സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അവിടെ സെക്കൻഡറി കറണ്ട് തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഇതിൽ 3 പേരെ തരും, നാലാമത്തെ ആളെ എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യാനായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ പഠിച്ചാൽ മതി. വി പി ഇൻറ്റു ഐ പി ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് എന്ന് ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് മതി. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാൻ എളുപ്പം ഇതാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാം. ഇതില് ഐയുടെ ടൈമുകളൊക്കെ ആദ്യം കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഐ എസ് ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലേ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഐ എസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഐ പി ബൈ ഐ എസ് എന്നാവുന്നു. വി എസ് ബൈ ഇവിടുത്തെ വി പി മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വി എസ് ബൈ വി പി എന്നും ആവുന്നു. അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഇക്വേഷനിൽ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യം നോക്കാം. ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ the voltage in the secondary coil is more and the current is less. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഞാൻ ഷോർട്ടാക്കി ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. ഞാൻ ഒരുപാട് നീട്ടി എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. സെക്കൻഡറി അതായത് സ്റ്റെപ്പ് അപ്പിനെ ഞാൻ ഇങ്ങനെ എഴുതി, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് കൂടുതലാണ് അല്ലെ? സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്താണ്? കൂടുതലാണ്. എന്നാൽ സെക്കൻഡറിയിലെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറിയിലെ കറണ്ട് കുറവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരിച്ചു വേണേൽ പറയാം. ഇപ്പൊ സെക്കൻഡറിയിലാണ് വി എസ് ഐ എസ്. ഇനി പ്രൈമറിയിലെ കേസ് നോക്കുവാണെങ്കിലോ, പ്രൈമറിയിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ വി പി എങ്ങനെയാണ്? വി പി കുറവല്ലേ? അപ്പൊ അവിടെ ഐ പി എങ്ങനെ ആയിരിക്കും? കൂടുതലായിരിക്കും. അതായത് വോൾട്ടേജ് കൂടുതലുള്ള സ്ഥലത്ത് ഐ എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ വി എവിടെയാണോ കൂടുതൽ അവിടെ ഐ കുറവായിരിക്കും, വി എവിടെയാണോ കുറവ് അവിടെ ഐ കൂടുതലും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ ലോസ് ഇല്ല. There are 500 turns in the primary. ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. 500 turns in the primary. 500 turns in the primary. പ്രൈമറിയിൽ 500 turns. Number of turns in primary that is equal to 5000. And സെക്കൻഡറിയിൽ എത്രയുണ്ട്? Number of turns in secondary that is equal to 250. ഇത് മനസ്സിലാക്കുക എന്താണ്? ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ പ്രൈമറി വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? പ്രൈമറി വോൾട്ടേജ്
VP is equal to 120 volt. Secondary voltage ഉറപ്പായിട്ടും ഇതിനേക്കാളും കുറവായിരിക്കും. ഇനി primary current IP. Primary current is equal to 0.1 ampere. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? Find the voltage and current in the secondary. അതായത് secondary voltage in secondary question mark and current in secondary IS is equal to question mark. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. VS ഉം ഇല്ല IS ഉം ഇല്ല. ഇത് രണ്ടുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം അല്ലേ? നമുക്ക് ഏതാണ് ഇക്വേഷൻസ് അറിയാവുന്നത്? VS by VP that is equal to NS by NP. The first equation. Second ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? VP IP is equal to VP into IP is equal to VS into IS ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാർ ആയിരിക്കാം എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് NP തന്നിട്ടുണ്ട്, NP ഉണ്ട്, NS ഉണ്ട്, പിന്നെ ആരുണ്ട്? VS കാൽക്കുലേറ്റ് ചെയ്യേണ്ട, VS തന്നിട്ടില്ല, പിന്നെ ആരുണ്ട്? VP ഉണ്ട്, VP ഉണ്ട്. അപ്പോൾ ഇതിൽ 3 പേരുണ്ട്. നാലാമത്തെ ആളെ VSനെ എവിടുന്ന് കിട്ടും? ഇനി അടുത്ത് നോക്കാം, VP into IP, VS into IS. ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാരെ നോക്കാം, VP ഉണ്ട്, IP ഉണ്ടോ? IP ഉണ്ട്, അതുപോലെ തന്നെ VS ഉണ്ടോ? VS ഇവിടുന്ന് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ആൻസർ കിട്ടും, VS കിട്ടും. പിന്നെ IS എന്തുണ്ട്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് VS കാൽക്കുലേറ്റ് ചെയ്യാം. therefore VS is equal to എത്ര എന്നാവും? NS into VP divided by NP എന്നാവും. കാരണം ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കാതെ ഡയറക്റ്റ് എന്ത് ചെയ്യുക? VP IP എന്ന് മാറ്റിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ വാല്യൂസ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് NS എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 250 into VP എന്താണ്? VP എന്ന് പറയുന്നത് 120 ആണ്. 120 all divided by NP. NP എന്ന് പറയുന്നത് 5000. നോക്കാം, സീറോസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ നോക്കാം, 25 ആണ്. 25 താഴെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 50 കട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? നമുക്ക് 2 എന്നാണ് ആൻസർ കിട്ടുന്നത്. 2 എന്ന് കിട്ടുന്നു. ഈ 2ഉം 12 കൂടെ കട്ട് ചെയ്യുന്നത് എത്ര കിട്ടുന്നു? 6 എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന VS ആണ്, അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് 6 വോൾട്ട് ആണ് കിട്ടുന്നത്. നമുക്കറിയാമല്ലോ, പ്രൈമറിയിൽ 5000ഉം സെക്കൻഡറിയിൽ 250 ടേൺസും ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ പ്രൈമറിയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? 6 വോൾട്ട് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? VS കിട്ടി. ഇനി ഈ VS നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? IS കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ IS കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതായത് VP എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷൻ ആണ് ഇനി സോൾവ് ചെയ്യുന്നത്. VP 120 into IP എന്ന് പറയുന്നത് 0.1 is equal to VS എത്രയാണ്? നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 6 ആണ് into IS ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. IS കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 6 ഇവിടേക്ക് ഒന്ന് ഡിവൈഡ് ചെയ്യണം. therefore IS is equal to 120 into 0.1 divided by 6. ഇവിടെ 6ഉം ഈ 120 തമ്മിൽ കട്ടാവും. എത്ര കിട്ടും? 20 കിട്ടും. അപ്പൊ 20 into 1 അല്ലെ 0.1. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 20 into 1 ചെയ്താൽ 20 ആണ്. 20 into 0.1 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും? 2 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പൊ IS എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറിയിലെ കറണ്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ കാൽക്കുലേഷൻ കഴിഞ്ഞു. അടുത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് സ്റ്റെപ്പ് ഡൗണിന്റെ അണ്ടറിൽ വരുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പിന്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി ചെക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന VS ഗ്രേറ്റർ ദാൻ VP. സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. ഈ ഓപ്പൺ എൻഡിൽ ഇരിക്കുന്ന ഭാഗത്തുള്ള ആളായിരിക്കും കൂടുതൽ. അപ്പൊ VS VPയെക്കാളും കൂടുതലാണ്. therefore ഇതെന്തായിരിക്കും? സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, ഇനി എന്തായിരിക്കും? ഞാൻ ഇതുപോലെ യൂസ് ചെയ്യുന്ന ആരോസ് ഒന്നും
ജസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യരുത്. ഓക്കെ, വി എസ് അടുത്ത സെക്കൻഡ് കേസ് നോക്കാം. വി എസ് ലെസ് ആൻഡ് വി പി, അതായത് പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാളും കുറവാണ് സെക്കൻഡറിയിലെ വോൾട്ടേജ്. അപ്പോൾ ഇതെന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി ഐ എച്ചിന്റെ കേസ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ കറണ്ട് എങ്ങനെ ആയിരിക്കും? കുറവായിരിക്കും. ഇവിടെ സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാണ്. സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇവിടെ കൊടുത്തിരിക്കുന്ന സെക്കൻഡറിയിലെ കറണ്ട് കുറവാണ്. സെക്കൻഡറിയിലെ കറണ്ട് കുറവാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് എങ്ങനെ ആയിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതൽ വരുന്നത് എവിടെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലായിരിക്കും. ഇനി അടുത്ത കേസ് നോക്കാം. സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാണ്. പ്രൈമറിയിലെ കറണ്ടിനേക്കാളും സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലായിരിക്കും. സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാണെങ്കിൽ അവിടെ വോൾട്ടേജ് എങ്ങനെ ആയിരിക്കും? കുറവായിരിക്കും. സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി അടുത്ത് നോക്കാനുള്ളത് NS by NP, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പൊ നിങ്ങൾ ഈസ് ലെസ് ദാൻ 1, 1-നേക്കാളും കുറവായിരിക്കണം. അപ്പൊ നമ്മളൊരു ഫ്രാക്ഷൻ എടുത്താൽ നമുക്കറിയാം അല്ലെ. അപ്പൊ ഫ്രാക്ഷൻ എടുത്ത് നോക്കാം. 4/2, 2/2, 1/2. ഇതിൽ 4/2 നോക്കാം. 4/2 എന്ന് പറയുന്നതിന് ആൻസർ എത്ര വരും? 4/2ന്റെ ആൻസർ 2 എന്ന് വരും. 2/2ന്റെ ആൻസർ എത്ര വരും? 1 എന്ന് വരും. 1/2ന്റെ ആൻസർ എത്ര വരും? 0.5 എന്ന് വരും. ഇതെന്ന് പറയുന്നത് 1-നേക്കാളും കൂടുതലാണ്. ഇത് 1-നോട് ഈക്വൽ ആണ്. ഇത് 1-നേക്കാളും കുറവാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് NS by NP, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഇസ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് ചെറിയ വാല്യൂ വന്നെങ്കിൽ മാത്രമേ അതിന്റെ വാല്യൂ എന്തായിട്ട് മാറത്തുള്ളൂ? 1-ലും താഴെ പോകുള്ളൂ. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്താണ്? കുറവും നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കൂടുതലും വന്നെങ്കിൽ മാത്രമേ വാല്യൂ 1-ലും കുറവാകത്തുള്ളൂ. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് വിചാരിക്കുക, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. സെക്കൻഡറിയിൽ കുറവും പ്രൈമറിയിൽ കൂടുതലും ആണെങ്കിൽ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1-ലും താഴെയായിരിക്കും. അല്ലാത്ത കേസ് നോക്കിയാലോ, സെക്കൻഡറിയിൽ കൂടുതലും പ്രൈമറിയിൽ കുറവാണെങ്കിൽ വാല്യൂ 1-നേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതെന്ത് ട്രാൻസ്ഫോമർ ആണ്? അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കുറവും നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. അപ്പൊ അതെന്ത് വാല്യൂ ആണ്? അതെന്ത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കൂടുതലും നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കുറവുമാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? കണ്ടോ, 1-ലും കൂടുതലായിരിക്കും. ആ കേസ് എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,